ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് ആസ് എ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്റ്റുഡൻറ്റ്. ആക്ച്വലി ഞാൻ ഇന്ന് കുറച്ച് അധികം ലേറ്റായിട്ടാണ് ക്ലാസ്സിലെത്തിയത് കേട്ടോ. കാരണം ഒരുപാട് നേരം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നിട്ടാണ് ബസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വന്ന ഉടനെ എൻ്റെ പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2Dയിൽ വരച്ച് വെച്ച ഒരു റൂം അത് ഫിസിക്കൽ 3D മോഡലിലോട്ട് ആക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത ഫോം ബോർഡിൻ്റെ മെഷർമെൻറ്റ് ചെറുതായിട്ടൊന്ന് പാളി. അപ്പോൾ പുതിയതൊരെണ്ണം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകുമ്പോഴാണ് ഞാൻ ഈ സ്കൂട്ടർ ഓടിക്കുന്ന മാവേലിയെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുത്ത് അങ്ങ് ക്യാപ്ചർ അങ്ങോട്ട് ചെയ്ത്. അങ്ങനെ ഞാൻ സ്റ്റേഷനറി ഷോപ്പിലെത്തി. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഈ ഷോപ്പിൽ ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ മൈൻഡിൽ കൂടെ ഓടുന്ന ഒരേ ഒരു കാര്യമാണ് കൈ കിട്ടുന്ന എല്ലാം പിറക്കിയെടുത്തോണ്ട് ഓടുക. ഐ തിങ്ക് എല്ലാ ആർട്ടിസ്റ്റിനും ഇത് മനസ്സിലാകും. ഞാൻ ഓരോന്നെടുത്ത് നോക്കും, അതിൻ്റെ വില നോക്കും, തിരിച്ചു വെക്കും. വീണ്ടും ഓരോന്നെടുത്ത് നോക്കും, അതിൻ്റെ വില നോക്കും, തിരിച്ചു വെക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും ആവശ്യമായിട്ട് തോന്നും. ഈ കടയിൽ കയറിയ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ആർട്ടിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് വേറെ ഒരു ഷോപ്പും കയറി ഇറങ്ങേണ്ട യാതൊരുവിധ കാര്യമില്ല. ഈ ഒരു ഒറ്റ ഷോപ്പിൽ കയറിയാൽ മതി, നമുക്കെല്ലാം അവിടെ തന്നെ ഉണ്ടാകും. ഞാനിപ്പോൾ കാണിച്ച സെക്ഷൻ മുഴുവനും അക്രിലിക് കളേഴ്സ്, ഓയിൽ പെയിൻറ്റ്സ്, അങ്ങനെ പല പല പെയിൻറ്റ്സും അതിൻ്റെ ബ്രാൻഡ്സുമാണ്. ഈ ഒരു സെക്ഷൻ കണ്ടോ, ഈ സെക്ഷൻ മുഴുവനും അക്രിലിക് കളേഴ്സും കളർ പെൻസിൽസുമാണ്. അങ്ങനെ നോക്കി നോക്കി കുറേ നേരത്തെ വെള്ളവിറക്കലിന് ശേഷം ഞാൻ ഈ ഒരു പെയിൻറ്, ഇതല്ല കേട്ടോ, ഈ ഒരു ക്യാമലിൻ്റെ വാട്ടർ കളർ മേടിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഫോം ബോർഡ് മാത്രം വാങ്ങിക്കാനാണ് കേട്ടോ വന്നത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കടകളിലൊക്കെ വന്ന ഒരു കാര്യം മാത്രം മേടിച്ചിറങ്ങുന്ന ശീലമില്ല. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചു. കുറച്ച് നേരം വെറുതെ ഇരുന്നു, ചെയ്യാനുള്ള വർക്കെല്ലാം ചെയ്ത് തീർത്തു. പിന്നെ വൈകുന്നേരം ചായ കുടിച്ചു. ചായൻ്റെ കൂടെ നല്ല കടി കഴിച്ചു. എന്നിട്ട് വീട്ടിൽ പോയി. നല്ലൊരു ദിവസമായിരുന്നു.